നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രവീണ എലിസബത്ത് ജോസഫ്, ലൂർദ് ഹോസ്പിറ്റലിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം മേധാവിയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതായത് അണ്ഡാശയ മുഴ. ഈ മുഴ എന്ന് പറഞ്ഞാലും ഇത് 1 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളതല്ല, ചെറിയ ചെറിയ കുരുക്കളായിട്ടാണ് ഇതുണ്ടാവുന്നത്. നമ്മുടെ സമൂഹത്തിൽ 5 to 10% സുലഭമായിട്ട് ഈ രോഗം കാണാറുണ്ട്. യങ് ഗേൾസ്, അഡോളസൻസ്, ടീനേജേഴ്സ് മുതൽ ഈ പ്രോബ്ലം കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്? എന്ത് സിംറ്റംസ്, എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് കുട്ടികളോ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളോ ഞങ്ങളെ സമീപിക്കാറ്? ആർത്തവത്തിൽ ഉള്ള ക്രമക്കേടുകൾ, അതായത് മെൻസ്ട്രുവൽ ഡിസ്ഫങ്ഷൻ, അതൊരു ലക്ഷണം. രണ്ടാമത് ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് ശരീരത്തിലുള്ള ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ മൂലം കരിവാളിപ്പ്, അമിതമായിട്ടുള്ള രോമ വളർച്ച, അത് രണ്ടാമത്തെ സിംറ്റം. മൂന്നാമത്തത്, ഈ രോഗമുള്ള ആൾക്കാരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അണ്ഡാശയത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ, അതായത് ചെറിയ മുഴകൾ കാണാറുണ്ട്. അതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. തുടക്കത്തിൽ ഞാൻ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഈ ബുദ്ധിമുട്ടുമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പിക്ചർ പറയാം. കൂടുതലും അമിതമായിട്ടുള്ള വണ്ണം, പൊണ്ണത്തടി, പുവർ ലൈഫ് സ്റ്റൈൽ, അതായത് ഒരു രീതിയിലും വ്യായാമം കുറവുള്ള കുട്ടികളും, അതേപോലെ തന്നെ കൂടുതലും ജങ്ക് ഫുഡ്, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്ന കുട്ടികളിലുമാണ് ഇത് കൂടുതലും കാണാറുള്ളത്. അതേപോലെ ഈ കുട്ടികൾ തന്നെ വളർന്നു വരുമ്പോൾ ഒരു 20-21 വയസ്സ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലോട്ട് കടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൂടുതൽ രൂക്ഷമാവുകയാണ്. പലരും ആ ഏജിലായിരിക്കും ഡോക്ടറിനെ സമീപിക്കുന്നത്. പക്ഷേ യങ് ഏജിൽ, അഡോളസന്റ് ഏജിൽ തന്നെ ഈ സിംറ്റംസ് എന്തെങ്കിലും, ഈ ബുദ്ധിമുട്ടുകൾ, അതായത് മെൻസസിന്റെ ക്രമക്കേടുകൾ, അമിതമായിട്ടുള്ള രോമ വളർച്ച, കരിവാളിപ്പ്, പിന്നെ ഡോക്ടറിനെ സമീപിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അണ്ഡാശയത്തിൽ കുരുക്കൾ ഇങ്ങനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ സമീപിച്ച് എത്രയും വേഗം ചികിത്സിക്കാം. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ചികിത്സിക്കാം? അത് 3 സ്റ്റേജസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. ഒന്ന്, ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് കൂടുതലായിട്ട് നമ്മൾ എക്സസൈസും, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി തുടരുക, അതൊരു കാര്യം ചെയ്യാം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കിക്കൊണ്ട്. രണ്ടാമത്, ആഹാര രീതികൾ. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, ഏറ്റവും പോഷകാംശമുള്ള ആഹാരം. പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് വല്ലപ്പോഴും വൺസ് ഇൻ എ മന്തോ ഇടയ്ക്ക് മാത്രം ഇൻഡൾജ് ചെയ്യുക. മൂന്നാമത്, ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടും ബോഡിയിലെ തൂക്കം കുറയുന്നില്ല, മെൻസസിന്റെ ക്രമം ശരിയാകുന്നില്ലെങ്കിൽ മൂന്നാമതായിട്ട് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും 6 മാസത്തിൽ കൂടുതൽ പീരിയഡ്സ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ സമീപിച്ച് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിന് ഇത്രയും മുൻതൂക്കം കൊടുക്കുന്നത്? ബിക്കോസ് ഈ കുട്ടികൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കാതെ വന്ധ്യത ഒരു മേജർ പ്രോബ്ലമാണ് ഈ കുട്ടികളിൽ. രണ്ടാമത്, പൊണ്ണത്തടി, ഒബീസിറ്റി കാരണമുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് 30കളിൽ, ഇൻ യുവർ 30s, ഷുഗർ, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഇങ്ങനത്തെ രോഗങ്ങൾ 30കളിൽ വരും. അതുകൂടാതെ 40 വയസ്സിന് ശേഷം അണ്ഡാശയത്തിലുള്ള ക്യാൻസർ, ഗർഭപാത്രത്തിലുള്ള ക്യാൻസറിന്റെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എത്രയും നേരത്തെ യങ് ഏജ്, ടീനേജ്, അഡോളസൻസിൽ തന്നെ നമ്മൾ അതൊരു രോഗമായിട്ട് കണ്ട് ഈ കുട്ടികളെ അഡോളസന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ കൊണ്ടുവന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയും ചികിത്സിക്കുകയും വേണം. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് രോഗമുള്ളവർക്ക് ഒരു PCOS ക്ലബ് ഉണ്ട് ലൂർദ് ഹോസ്പിറ്റലിൽ. എവറി 4 months, അതായത് ഒരു വർഷത്തിൽ 3 തവണ ഈ കൂട്ടായ്മ, ഈ ഒരു സംഗമം ഞങ്ങളിവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രോഗം ഉള്ള രോഗികൾ വരുമ്പോൾ ആദ്യമായിട്ട് ഡോക്ടേഴ്സിന്റെ, ഗൈനക്കോളജിസ്റ്റിന്റെ ക്ലാസ്സസ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് ഈ രോഗം വരുന്നു, എങ്ങനെ ചികിത്സിക്കാം. രണ്ടാമത്, ഡയറ്റീഷ്യൻ ക്ലാസ് എടുക്കും. വെൽ ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ്, പോഷകാംശമുള്ള ആഹാരങ്ങളും ഫൈബർ റിച്ച് ഡയറ്റ് എങ്ങനെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത്. മൂന്നാമത്, ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് എക്സസൈസ് കാണിച്ചു കൊടുക്കും. യോഗ ട്രെയിനറും യോഗ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് യോഗ എങ്ങനെയാണ്, സൂര്യ നമസ്കാരം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. PCOSനെ കുറിച്ച് ഞങ്ങളൊരു വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ക്ലബിൽ വന്ന് പങ്കെടുക്കാം. ഞങ്ങളുടെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും
അഡ്വൈസും എടുക്കാം. PCOS രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങളുടെ പേഴ്സണൽ കമൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് ഇൻ യുവർ കമൻസ് ടു ദ കമൻറ്റ് ബോക്സ്. നന്ദി.